ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ UA32F4100AR എന്ന നോർമൽ ടി വിയെ സ്മാർട്ട് ടി വി ആക്കി കൺവേർട്ട് ചെയ്യണം. അതായത് ആൻഡ്രോയിഡ് ടി വി ആക്കി കൺവേർട്ട് ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ ആൻഡ്രോയിഡ് ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള കാരണം മദർ ബോർഡ് കംപ്ലൈൻ്റ് ആകുമ്പോഴും അല്ലെങ്കിൽ ആ മോഡലിലെ ബോർഡ് അവൈലബിലിറ്റി കുറയുമ്പോഴും നമുക്ക് ഇത്തരത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ ആമസോണിൻ്റെ ഫയർ സ്റ്റിക്കോ അല്ലെങ്കിൽ മറ്റു ഡിവൈസുകളോ കണക്ട് ചെയ്ത് നോർമൽ ടി വി സ്മാർട്ട് ടി വി ആക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് മദർ ബോർഡ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അത് സ്മാർട്ടാക്കി അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ടി വി ആക്കി മാറ്റുന്നതാണ്. ഇത്തരത്തിൽ LCD അതുപോലെ LED-കളുടെ ഒരുവിധം മോഡൽസ് എല്ലാം മദർ ബോർഡ് മാത്രം മാറി നമുക്ക് ആൻഡ്രോയിഡ് ടി വി ആക്കി മാറ്റി ഉപയോഗിക്കാൻ സാധിക്കും. ആമസോൺ ഫയർ സ്റ്റിക്ക് അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോഴുള്ള ആൻഡ്രോയിഡ് ടി വികളിൽ അത്ര സ്മൂത്ത് ആയിരിക്കില്ല ഇതിൻ്റെ വോയിസ്. എങ്കിലും നമുക്കൊരു പരിധി വരെയൊക്കെ യൂട്യൂബ് കാര്യങ്ങളൊക്കെ നമുക്ക് ബഫറിങ് ഇല്ലാതെയൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഈ ടി വിയുടെ മദർ ബോർഡ് ഷോർട്ട് ആയതുകൊണ്ട് മദർ ബോർഡ് റീപ്ലേസ് ചെയ്യേണ്ടതുണ്ട്. സോ ഈ റീപ്ലേസ് ചെയ്യുന്ന മദർ ബോർഡിന് ഏകദേശം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ആൻഡ്രോയിഡ് ബോർഡിൻ്റെ സെയിം പ്രൈസ് ആയതുകൊണ്ട് നമ്മൾ ആൻഡ്രോയിഡ് ബോർഡാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ ഈ ടി വി നമുക്ക് ആൻഡ്രോയിഡ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ മദർ ബോർഡ് വരുന്നത്. നമുക്കിത് മാറി ആൻഡ്രോയിഡ് ബോർഡാക്കി ഈ ടി വി ഒന്ന് കൺവേർട്ട് ചെയ്യാം. അതിന് ചെറിയ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന ബോർഡിൻ്റെ പോർട്ടുകളും അതുപോലെ ജിഗുകളൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. സോ അത് നമ്മൾ ഇതിനകത്തോട്ട് കണക്ട് ചെയ്ത് മാച്ചാക്കി എടുക്കേണ്ടതുണ്ട്. അതൊരു കുറച്ച് സമയമെടുത്തതിൻ്റെ ഒരു വർക്കാണ്. നമ്മളത് കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടൊക്കെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സോ എല്ലാവരും ഒന്ന് കണ്ട് എൻജോയ് ചെയ്യുക. ഇതാണ് നമ്മുടെ ആൻഡ്രോയിഡ് ബോർഡ് വരുന്നത്. ഇതിനകത്ത് 2 HDMI, ഒരെണ്ണം ARC വരുന്നുണ്ട്, AV പോർട്ട് വരുന്നുണ്ട്, USB ഉണ്ട്, അതുപോലെ നമ്മുടെ ഇയർഫോൺ ഔട്ടും വരുന്നുണ്ട്, പിന്നെ RJ45 വരെ ഒരു ജാക്കും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു റിമോട്ടും അതുപോലെ IR സെൻസറും കീപാഡ് കൂടെ വരുന്നുണ്ട്. ഇത്തരത്തിൽ മോഡിഫൈ ചെയ്ത് ആൻഡ്രോയിഡ് ടി വി ആക്കുന്നതിലൂടെ ടി വിക്കോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു ഭാഗങ്ങൾക്കോ കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നും വരില്ല. വലിയൊരു ബഡ്ജറ്റ് അല്ലെങ്കിൽ വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യാത്തന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ടി വി തന്നെ സ്മാർട്ടാക്കി കുറച്ചധികം വർഷം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന ആൻഡ്രോയിഡ് ബോർഡിനകത്ത് 4 കണക്ഷൻസാണ് വരുന്നത്. ഒന്ന് പാനലിലേക്കുള്ള കണക്ഷൻ, ഒന്ന് സ്വിച്ച് പാഡിലോട്ടും അതുപോലെ IR സെൻസറിലോട്ടുള്ള കണക്ഷനും, പിന്നെ വരുന്നത് പവർ കൊടുക്കാനുള്ള ഒരു കണക്ഷൻ, അതായത് 12 വോൾട്ട് DC കൊടുക്കാനുള്ള ഒരു കണക്ടറുമാണ് വരുന്നത്. ആദ്യം തന്നെ നമുക്ക് എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് ബോർഡ് പുറത്ത് വെച്ചൊന്ന് ചെക്ക് ചെയ്യാം. ഡിസ്പ്ലേ ഒക്കെ ഓക്കെ ആണോ, അതുപോലെ എല്ലാം പ്രോപ്പറായിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം ഈ ബോർഡ് നമുക്ക് ഈ ടി വിക്കകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അത് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യണം. കാരണം ഇതിൻ്റെ മുമ്പുണ്ടായിരുന്ന ഒറിജിനൽ ബോർഡ് കുറച്ച് ഡിഫറെൻറ്റ് രീതിയിലാണ് പ്ലേസ് ചെയ്യുന്നത്. അതുപോലെ നമുക്കിത് വെക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതിൻ്റെ പ്ലേസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ വെക്കണം, എങ്ങനെ നീറ്റായിട്ട് വെക്കാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം നമ്മൾ ഇതിൻ്റെ പാനലിലെ LVDS കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് പൊസിഷൻ ഉണ്ട്, അതായത് സപ്ലൈ സൈഡ് കറക്റ്റായിട്ട് തന്നെ കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആവും. നമ്മളതെല്ലാം കണക്ട് ചെയ്ത് സെൻസറും എല്ലാം കണക്ട് ചെയ്ത് പവർ കൊടുക്കുന്നുണ്ട്. ഈ സാംസങ് ടി വികളിൽ മദർ ബോർഡിൽ നിന്ന് പവർ സപ്ലൈയിലെ കണക്ഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് ലൈറ്റ് വർക്ക് ചെയ്ത് കിടക്കുക. അപ്പോൾ നമുക്ക് പാനൽ ഓണായ പിക്ചർ അതിനകത്ത് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ ആ മദർ ബോർഡ് പുറത്ത് വെച്ച് അതിനകത്ത് 12 വോൾട്ട് DC കൊടുത്ത് ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ആൻഡ്രോയിഡ് ബോർഡ് നമുക്ക് പല ടി വികളിലും പല പാനൽസിലും ഉപയോഗിക്കാൻ സാധിക്കും. അതായത് 24 ഇഞ്ച് തൊട്ട് 5 വോൾട്ട് സപ്ലൈ വരുന്ന പാനലുകളിലും, അതുപോലെ 12 വോൾട്ട് അതുപോലെ 3.3 വോൾട്ട് വരുന്ന പാനലിലൊക്കെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. മദർ ബോർഡിൻ്റെ ടോപ്പിലായിട്ട് വോൾട്ടേജ് സെലക്ടർ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 12 വോൾട്ടാണ്. കാരണം ഈ പാനൽ വർക്ക് ചെയ്യുന്ന 12 വോൾട്ടാണ്. സോ അതുകൊണ്ട് നമ്മൾ ആ പൊസിഷനിൽ ആ ജമ്പർ ഇട്ട് ആ 12 വോൾട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. പവർ കൊടുത്തൊന്ന് ഓൺ ചെയ്ത് നോക്കാം സ്ക്രീനൊക്കെ ഓക്കെ ആണോ എന്ന്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം സ്ക്രീൻ ഓക്കെയാണ്, സ്മാർട്ട് ടി വി എന്ന് എഴുതി കാണിക്കുന്നുണ്ട്, ബൂട്ടിംഗ് ആയി വരുന്നുണ്ട്. സോ നമ്മുടെ ഫസ്റ്റിലെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻസറുകളെല്ലാം ഇതിൻ്റെ ഒറിജിനൽ സെൻസറുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. കാരണം അതാകുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള സ്വിച്ചുകളോ അല്ലെങ്കിൽ സെൻസേഴ്സ് ഒന്നും ചേഞ്ച് ചെയ്യാതെ തന്നെ ഇതിൻ്റെ ഒറിജിനലിനെ ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ആദ്യം നമ്മൾ ചെയ്യുന്നതിന് പവർ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം മുമ്പത്തെ ബോർഡിൻ്റെ ജിഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് ഈ ബോർഡിനകത്തോട്ട് മാച്ചാക്കി കൊടുക്കുന്നു. ഇത്തരത്തിൽ വയറെല്ലാം കട്ട് ചെയ്ത് അത് റീജോയിൻ ചെയ്ത് മോഡിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് വളരെ പ്രോപ്പറായിട്ട് തന്നെ, അല്ലെങ്കിൽ വയർ സ്ലീവ് ഉപയോഗിച്ച് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ബോഡിയുമായിട്ട് കോൺടാക്റ്റ് വരില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അങ്ങനെ നമ്മൾ മോഡിഫൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. 12 വോൾട്ട് DC കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ആ 12 വോൾട്ടിനെ മദർ ബോർഡിലോട്ട് മാച്ചാക്കി ആ ജിഗിലോട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്.
അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ സ്വിച്ച്, അതായത് IR സെൻസർ, അതായത് റിമോട്ട് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള IR സെൻസർ കണക്ട് ചെയ്ത് കൊടുക്കണം. അത് ഇതിൻ്റെ ബാക്കിലെ ബോഡിയിലാണ് ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത് ടി വിക്കകത്ത്. അതിനകത്തോട്ട് നമ്മളിപ്പോൾ കണക്ട് ചെയ്ത ബോർഡിൻ്റെ അതേ സെൻസറിൻ്റെ വയറെല്ലാം ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. സോ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒറിജിനൽ സെൻസർ തന്നെ ഉപയോഗിക്കാം, വേറെ മോഡിഫൈ ചെയ്യാതെ തന്നെ അതന്നെ ഉപയോഗിക്കാം. ആ വയർ മാത്രം നമ്മൾ കട്ട് ചെയ്ത് അതിനകത്ത് മാച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കാണ് നമ്മൾ ആൻഡ്രോയിഡ് ബോർഡ് പ്ലേസ് ചെയ്യുന്ന ഇത്തരത്തിലാണ്, സൈഡിലോട്ട് പോർട്ടെല്ലാം വരുന്ന രീതിയിലാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എങ്ങനെ പ്ലേസ് ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കത് കൺവീനിയൻ്റ് ആയിട്ട് അതിനകത്ത് ഓരോ ഇൻപുട്ടുകളും കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്തരത്തിൽ അകത്ത് ബോർഡ് വയ്ക്കാൻ സ്പേസ് ഇല്ലാത്ത ടിവികൾ നമ്മൾ ഈ ബോർഡ് പുറത്ത് വെച്ച് കൊടുക്കും, അതായത് അതിന് സെപ്പറേറ്റ് ബോക്സൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം അത് അകത്ത് തന്നെ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് അതിനകത്തുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പ്ലേസ് ചെയ്യുമ്പോൾ ആ അകത്ത് വരുന്ന, അതായത് മുമ്പത്തെ മദർ ബോർഡുകൾ വരുന്ന പോർട്ടുകളിലെ ഹോളുകളെല്ലാം പുറത്തോട്ട് കാണാൻ സാധിക്കും. അത് നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കണം. മുമ്പ് നമ്മളിതിൻ്റെ സ്പീക്കറും മാറിയിട്ടുണ്ട്, അത് ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു, അത് മാറിയിട്ടുണ്ട്. ഇത്തരത്തിൽ 4 കണക്ഷനാണ് മദർ ബോർഡിലേക്ക് വരിക, പാനലിൻ്റെ, അതുപോലെ സ്പീക്കർ, അതുപോലെ സെൻസറിൻ്റെ, അതുപോലെ പവർ കേബിൾ. ഇത്തരത്തിൽ 4 കേബിളാണ് ഈ മദർ ബോർഡിലോട്ട് വരുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എല്ലാം പ്രോപ്പറാണെന്ന്. ഈ ആൻഡ്രോയിഡ് ബോർഡ് നമ്മൾ ഇതിൻ്റെ പ്ലേസ് ചെയ്യുന്നത് അതിൻ്റെ ബാക്ക് കവറിലാണ്, സൈഡിലോട്ട് കണക്ഷൻ കൊടുക്കാൻ ഈസി ആയിട്ടുള്ള തരത്തിലാണ്. നമ്മൾ വളരെ നീറ്റായിട്ട് തന്നെ അങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാം അതിൻ്റെ വൈഫൈ മൊഡ്യൂൾ, വൈഫൈ ആൻറ്റിനൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ബോഡിയിൽ തന്നെ. അതുപോലെ ഇത്തരത്തിൽ ഹോളുകളെല്ലാം നമ്മൾ ക്ലോസ് ചെയ്യണം, അടയ്ക്കുന്ന സമയത്ത് അത് സീൽ ചെയ്തിട്ട് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഇൻസെക്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണികളൊക്കെ അതിനകത്തോട്ട് കയറാനൊക്കെ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് വളരെ നീറ്റായിട്ട് തന്നെ അത് പ്ലേസ് ചെയ്യുക. അതുപോലെ കണക്ഷൻസൊക്കെ എവിടെയും ടച്ച് ചെയ്യാതെ തന്നെ പ്ലേസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം TV ഓണായി വന്നിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ആൻഡ്രോയിഡ് ബോർഡിൽ 1 GB റാം, അതുപോലെ 8 GB ഇൻറ്റേർണൽ സ്റ്റോറേജും വരുന്നുണ്ട്. പിന്നെ മൊബൈൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ആമസോൺ പ്രൈം, അതുപോലെ നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, ഇതൊക്കെ ഇതിനകത്ത് ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് ശരിക്കും ഒരു ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ വളരെ എഫിഷ്യൻ്റായിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് കണ്ടു ഇതിനകത്ത് ഇത്തരത്തിലാണ് ഇതിൻ്റെ ബോർഡ് പ്ലേസ് ചെയ്തിട്ടുള്ളത്, വയറും കാര്യങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെയാണ്. അത് നീറ്റായിട്ട് തന്നെ ക്ലോസ് ചെയ്ത് നമ്മൾ എവിടെയും ടച്ച് ചെയ്യാത്ത രീതിയിൽ തന്നെ മാക്സിമം ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ സാധാരണ ഒരു TV, HD TV നമ്മൾ ആൻഡ്രോയിഡ് TV ആക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ റെസൊല്യൂഷനൊന്നും ഒരു വ്യത്യാസം വരില്ല, അത് നമുക്ക് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാൻ സാധിക്കും. ഈ ബോർഡിനകത്ത് ഫുൾ HD, അതുപോലെ HD എല്ലാം സപ്പോർട്ട് ചെയ്യും, ഒരുപാട് റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ബോർഡാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പിക്ചറൊക്കെ വളരെ നീറ്റാണ്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആൻഡ്രോയിഡ് ബോർഡിൻ്റെ കൂടെ റിമോട്ടും വരുന്നുണ്ട്. ഇത്തരത്തിൽ ഷോർട്ട് കട്ട് ബട്ടണായ യൂട്യൂബ്, ആമസോൺ പ്രൈം എല്ലാം അതിനകത്ത് ബട്ടൺസൊക്കെ ഉണ്ട്. അല്ലാതെ സാംസങ്, LG, സോണി എന്നീ ബ്രാൻഡുകളുടെ റിമോട്ടും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ.